അപ്പോൾ അത് പറഞ്ഞു. അനീഷിൻ്റെ പ്രണയത്തെപ്പറ്റി ലാലേട്ടൻ തന്നെ അനീഷിനോട് ചോദിക്കുന്നു. അനീഷേ, അവിടെ ചിലരൊക്കെ പറയുന്നല്ലോ ഇത് പ്രാങ്ക് ആയിരുന്നെന്ന്, ശരിക്കും പ്രാങ്ക് ആയിരുന്നോ? അപ്പോൾ അനീഷ് പറഞ്ഞു, ലാലേട്ട പ്രാങ്ക് ഒന്നുമല്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫീല് വന്നു, എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് തുറന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത് എന്ന രീതിയിൽ അനീഷ് സംസാരിക്കുന്നു. ഇത് കേട്ടിട്ട് അവിടുന്ന് ഓഡിയൻസിൻ്റെ കൈയടി, അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികളുടെ കൈയടി, അനുമോളുടെ കണ്ണ് തള്ളി പുറത്തേക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അക്ബറിൻ്റെ കൈയടിയും ഫുൾ സപ്പോർട്ട് ലാലേട്ട, ഞങ്ങൾ അനീഷ് ചേട്ടൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ അക്ബറും. അങ്ങനെ മൊത്തത്തിൽ മോൻ പ്രോത്സാഹനമായിരുന്നു. മാത്രമല്ല ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരാളുടെ പ്രണയം ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, പക്ഷേ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, അത് വേണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം, പക്ഷേ ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. കാര്യം ഇനി ഒരാഴ്ച കൂടി ഉണ്ടല്ലോ, എന്തെങ്കിലും തരം കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിലോ. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഒരു കാര്യം കൂടി അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അനീഷ്, ഇത് എന്ത് തരം വികാരമാണ്? പ്രണയമാണോ, പ്രേമമാണോ, സ്നേഹമാണോ, അതോ അനുകമ്പയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ലാലേട്ട ഇതെല്ലാം കൂടെ കൂടിയ ഒരു വികാരമാണ് എനിക്ക് അനുമോളോട് തോന്നിയത് എന്ന് അനീഷ് പറയുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അനുമോൾ വീണ്ടും വീണ്ടും ഞെട്ടുന്നുണ്ട്. ഒന്നാമത് അന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴേ അനുമോളുടെ കിളി പോയതാണ്, ഇപ്പം ബാക്കിയുള്ള കിളികളും കൂടെ പോയിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒന്ന് തീർപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് ആ ഒരു കോംബോ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.